വീഴത്തി നല്ല വശത്ത് വല്ല ഉണ്ടാക്കി കാണുന്നുണ്ടോ? പോയി എന്തെങ്കിലും കഴിക്കട്ടോ. ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ഇയാളെ കഴിച്ചുകൊണ്ടുള്ള പരിപാടി. കള്ളപ്പന്നി ഒന്നും ഉണ്ടാക്കാതെ കടന്നു ഉറങ്ങി. എന്താണോ നിങ്ങളുടെ കഴിക്കാതെ ഉണ്ടാക്കില്ലേ? അത് ഉണ്ടാക്കാൻ വേണ്ടേ? അപ്പൊ ഞാൻ രാവിലെ പൈസക്ക് എന്ത് ചെയ്യേ? പൈസ അത് ഞാൻ നല്ല വെയിലായോണ്ട് പേരാൻ്റെ മേടിച്ചിട്ട് എന്തേലും ഉണ്ടോ ഇവിടെ കഴിക്കാൻ? കഴിക്കാൻ നല്ല 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 വിശപ്പുണ്ട്. അത് ആവശ്യത്തില്ല എന്തേലും ഉണ്ട്. ഞാൻ പോയി അടുക്കള വല്ലതും ഉണ്ടോ നോക്കട്ടെ. വല്ല ഓംലെറ്റ് എങ്ങാണെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. സവാള എവിടെ ഇരിപ്പുണ്ട്? ഓംലെറ്റ്. മുട്ട എവിടെ? കാണുന്നില്ലല്ലോ. യെസ്, മുട്ട എവിടെ? ഒരു സവാള എന്ത് ചെയ്യും? എന്താണോ അവിടെ വെച്ച സവാള കാണുന്നില്ലടോ. അത് എവിടെ എടുത്താണ്? അവൻ കള്ളല്ല, കള്ളനാണ്. അവൻ എടുത്ത് കഴിച്ചു. ആകപ്പാടെ ഉണ്ടായിരുന്ന ഉള്ളിയായിരുന്നു, അതും പോയി. മുട്ട ഉണ്ടായിരുന്നു, അതും പോയി. എടാ, ഇവിടുത്തെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഇവിടെ ആകെ ഇരുന്ന ഒരു സവോള ഞാൻ എടുത്ത് കഴിച്ചു. അതിന് നീയൊക്കെ എന്നെ എന്താ വിളിച്ചേ? ഉള്ളിക്കള്ളൻ. പിന്നല്ല എന്താ വിളിക്കുക? പാടില്ല കുട്ടി, പാടില്ല. എടാ, നിങ്ങൾക്കിനി എന്നെ അഥവാ ഒന്ന് ഉള്ളിക്കള്ളെന്ന് വിളിക്കണമെന്ന് തോന്നിയ നിങ്ങൾ എന്നെ മോഹൻലാൽ പാണ്ഡ്യ എന്ന് വിളിച്ചോ. ഉള്ളി മൂട്ടിച്ചോ മോഹൻലാലും മുട്ടി ഉള്ളിക്കള്ളൻ. എടാ, ഇതല്ല. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിലെ ഒന്നായിരുന്നല്ലോ ഖേഡ സത്യാഗ്രഹം 1918. അതിനകത്ത് ഈ നികുതി കൊടുക്കാത്ത ഭൂമി ഈ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. എന്നിട്ട് അവിടെയൊക്കെ ഈ ബ്രിട്ടീഷുകാർ ഉള്ളിക്കൃഷി നടത്തി. ആ നടത്തിയ ഉള്ളിക്കൃഷി വിളവെടുത്ത് നശിപ്പിക്കണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ച ഒരു നേതാവായിരുന്നു ഈ മോഹൻലാൽ പാണ്ഡ്യ. അങ്ങനെ ഈ വിളവെടുത്ത് നശിപ്പിച്ചതിന്റെ പേരിൽ പുള്ളിക്കാരന് കിട്ടിയ പേരാ ഉള്ളിക്കള്ളൻ. ആ മോഹൻലാലിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതൊക്കെ എനിക്ക് സൈലത്തിന്റെ റാങ്ക് ഫയലിൽ. അങ്ങനെ പറ. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഉള്ളിയുടെ ഉൽപ്പാദനത്തിലുണ്ടായ വർധനവിനെയാണ് നമ്മൾ പിങ്ക് റെവല്യൂഷൻ എന്ന് വിളിക്കുക. ഈ പിങ്ക് റെവല്യൂഷനിൽ ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ പ്രോൺസ്, ഒണിയൻ, ഇത്രയും ഉൽപ്പാദന വർധനമാണ് ഉണ്ടായത്. ഇതിന് നേതൃത്വം കൊടുത്ത ഒരാളുകൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ദർഗേഷ് പട്ടേൽ. കഴിഞ്ഞ ആഴ്ച ഞാൻ നിനക്ക് പൈസ തന്നത് 1 കിലോ സവാള വാങ്ങാനാണ്. 1 കിലോ മേടിച്ചല്ലോ. നമ്മൾ അധികം ഒന്നും പാചകം ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഇത്രയും പെട്ടെന്ന് ഉള്ളി തീരേണ്ട കാര്യവും ഇല്ല. നീ ആ വാങ്ങിച്ചതിന്റെ ബില്ലിഞ്ഞെടുത്തേ. ബില്ല് ഞാൻ ചോദിച്ചായിരുന്നു, കടക്കാരൻ തന്നില്ല. അങ്ങനെ തരാതിരിക്കത്തില്ലല്ലോ. ഞാൻ ചോദിച്ചു, തരാത്ത ബില്ലില്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഒരു ഉപഭോക്താവ് കടയിൽ നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ബില്ല് ലഭിക്കാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. നമുക്ക് ചോദിച്ചത് വാങ്ങാവുന്നതുമാണ്. അപ്പൊ നീ അവിടെ എന്തോ തിരിമറി കാണിച്ചിട്ടുണ്ട്. ഞാൻ കടക്കാരനോട് ചോദിച്ചു, കടക്കാരൻ തന്നില്ല. ഹലോ ഹലോ, അതെ, സത്യം. അച്ഛന്റെ